ആദ്യത്തെ ചോദ്യം, മണ്ടൻ മുത്തപ്പ എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? മണ്ടൻ മുത്തപ്പ എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ് മണ്ടൻ മുത്തപ്പ എന്ന കഥാപാത്രം. മുച്ചിട്ട് കളിക്കാരൻ്റെ മകൾ എന്ന നോവലിലെ കഥാപാത്രമാണ് ഈ മണ്ടൻ മുത്തപ്പ എന്ന് പറയുന്നത്. ഓക്കെ, മണ്ടൻ മുത്തപ്പ എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അധികാര കൈമാറ്റ രേഖ തയ്യാറാക്കിയ വൈസ്രോയി. ഇന്ത്യയുടെ അധികാര കൈമാറ്റ രേഖ തയ്യാറാക്കിയ വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭു. മൗണ്ട് ബാറ്റൻ പ്രഭു ആണ് ഇന്ത്യയുടെ അധികാര കൈമാറ്റ രേഖ തയ്യാറാക്കിയ വൈസ്രോയി. ഓക്കെ, ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആരാണ്? അദ്ദേഹമാണ് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് അവസാനത്തെ വൈസ്രോയി. ഇന്ത്യയുടെ അധികാര കൈമാറ്റ രേഖ തയ്യാറാക്കിയ വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭു. ഓക്കെ, അടുത്ത ചോദ്യം, ക്യാൻസർ ബാധിക്കാത്ത ഒരു ശരീരാവയവം. ക്യാൻസർ ബാധിക്കാത്ത ഒരു ശരീരാവയവം. ഉത്തരം ഹൃദയം. ക്യാൻസർ ബാധിക്കാത്ത ശരീരാവയവം ഹൃദയം. ഓക്കെ, അടുത്ത ചോദ്യം, ആഗാഖാൻ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആഗാഖാൻ കപ്പ് ഏത് കളിയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഹോക്കി. ഹോക്കിയുമായി ബന്ധപ്പെട്ട കപ്പാണ് ആഗാഖാൻ കപ്പ് എന്ന് പറയുന്നത്. ആഗാഖാൻ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. ഉത്തരം ഹോക്കി. അടുത്ത ചോദ്യം, 12 വിളക്ക് പ്രധാന ഉത്സവമായ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം ഏത് ജില്ലയിലാണ്? 12 വിളക്ക് പ്രധാന ഉത്സവമായ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ, ഉത്തരം കൊല്ലം. കൊല്ലം ജില്ലയിലാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. അവിടുത്തെ പ്രധാന ഉത്സവമാണ് എന്ത്? 12 വിളക്ക്. ഓക്കെ, 12 വിളക്ക് പ്രധാന ഉത്സവമായ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം ഏത് ജില്ലയിലാണ്? കൊല്ലം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഹൃദയം, ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നെല്ലാം അറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ ഹൃദയം, ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നെല്ലാം അറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം മധ്യപ്രദേശ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. ടൈഗർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്? മധ്യപ്രദേശാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഏഷ്യയുടെ പ്രകാശം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഏഷ്യയുടെ പ്രകാശം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ശ്രീബുദ്ധൻ. ശ്രീബുദ്ധനെയാണ് ഏഷ്യയുടെ പ്രകാശം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മഹാനായ വ്യക്തി എന്ന് കരുതപ്പെടുന്നത് ആരെയാണ്? ശ്രീബുദ്ധനെയാണ്. ഏഷ്യയുടെ പ്രകാശം എന്ന് വിളിക്കുന്നത് ആരെയാണ്? ശ്രീബുദ്ധനെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ നൊബേൽ സമ്മാന ജേതാവ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ നൊബേൽ സമ്മാന ജേതാവ് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹമാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ നൊബേൽ സമ്മാന ജേതാവ്. അടുത്ത ചോദ്യം, വലിയ ദിവാൻജി എന്ന ജനം ആദരപൂർവ്വം വിളിച്ച തിരുവിതാംകൂർ ദിവാൻ. വലിയ ദിവാൻജി എന്ന ജനം ആദരപൂർവ്വം വിളിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണ്? രാജാ കേശവദാസ്. രാജാ കേശവദാസ് ആണ് വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്നത്. ജനം ആദരപൂർവ്വം വിളിച്ചിരുന്നതാണ് വലിയ ദിവാൻജി എന്ന്. ഓക്കെ, അടുത്ത ചോദ്യം, വെളുത്ത സ്വർണം എന്നറിയപ്പെട്ട നാണ്യവിള. വെളുത്ത സ്വർണം എന്നറിയപ്പെട്ട നാണ്യവിള. ഉത്തരം കശുവണ്ടി. വെളുത്ത സ്വർണം എന്നറിയപ്പെട്ട നാണ്യവിള ഏതാണ്? കശുവണ്ടി. ഓക്കെ, വെളുത്ത സ്വർണം കശുവണ്ടി. അടുത്ത ചോദ്യം, അർജുന നൃത്തം
അഥവാ മയിൽപ്പീലി തൂക്കം പ്രചാരത്തിലുള്ള ജില്ല. അർജുന നൃത്തം അല്ലെങ്കിൽ മയിൽപ്പീലി തൂക്കം എന്നറിയപ്പെടുന്ന ഒരു കലാരൂപം പ്രചാരത്തിലുള്ള ജില്ല ഏതാണ്? കോട്ടയം. അർജുന നൃത്തം അഥവാ മയിൽപ്പീലി തൂക്കം പ്രചാരത്തിലുള്ള ജില്ല കോട്ടയം. ഓക്കെ. ബോഷ് പ്രക്രിയ വഴി വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വാതകം ഏത്? ബോഷ് പ്രക്രിയ വഴി വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വാതകം ഏത്? ഏതാണ്? ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് ബോഷ് പ്രക്രിയ വഴി വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഏത് പ്രക്രിയ വഴി? ബോഷ് പ്രക്രിയ വഴി. ഓക്കെ. സോ വേറൊരു ക്വസ്റ്റ്യൻ വരാം. ഹൈഡ്രജൻ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രക്രിയ ബോഷ് പ്രക്രിയ. ഓക്കെ. 13ാമത്തെ ക്വസ്റ്റ്യൻ. പടയണി ഏത് ജില്ലയിലെ നാടൻ കലാരൂപമാണ്? പടയണി ഏത് ജില്ലയിലെ നാടൻ കലാരൂപമാണ്? പത്തനംതിട്ട. പടയണി ഏത് ജില്ലയിലെ നാടൻ കലാരൂപമാണ്? പത്തനംതിട്ട. ഓക്കെ. അടുത്ത ചോദ്യം. ഏത് വൈസ്രോയ്ക്കാണ് 1900-ലെ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ഏത് വൈസ്രോയ്ക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ഏത് വൈസ്രോയ്ക്കാണ്? കഴ്സൺ പ്രഭുവിനാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. ഏത് വൈസ്രോയ്ക്കാണ് 1900-ലെ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? കഴ്സൺ പ്രഭുവിനാണ്. ഒന്നാം മെമ്മോറിയൽ 1896-ലാണ്. രണ്ടാം ഈഴവ മെമ്മോറിയലാണ് ആർക്ക് സമർപ്പിച്ചത്? കഴ്സൺ പ്രഭുവിന് സമർപ്പിച്ചത്. ഓക്കെ. അടുത്ത ചോദ്യം. INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി. INC മീൻസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. ബാരിസ്റ്റർ GP പിള്ള. INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ള. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ മെൻഷൻ ചെയ്യുന്ന ഒരേ ഒരു മലയാളി ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ഓക്കെ. INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. ഓക്കെ. അടുത്ത ചോദ്യം. മലയാളി മെമ്മോറിയലിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? അതും എന്താണ്? ബാരിസ്റ്റർ GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം. റിഗർ എന്നറിയപ്പെടുന്ന മണ്ണിനം ഏതാണ്? റിഗർ എന്നറിയപ്പെടുന്ന മണ്ണിനം ഏതാണ്? റിഗർ കറുത്ത മണ്ണ്. കറുത്ത മണ്ണാണ് റിഗർ എന്ന് അറിയപ്പെടുന്നത്. ബ്ലാക്ക് സോയിൽ. റിഗർ എന്നറിയപ്പെടുന്ന മണ്ണിനം കറുത്ത മണ്ണ്. ഓക്കെ. അടുത്ത ചോദ്യം. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്താണ്? കർണാടകം. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകം. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കാണപ്പെടുന്നത് എവിടെയാണ്? സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകത്തിലാണ്. ഓക്കെ. അടുത്ത ചോദ്യം. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് അടിഞ്ഞുണ്ടാകുന്ന ഫലഭൂയിഷ്ഠമായ പ്രദേശം. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് അടിഞ്ഞുണ്ടാകുന്ന ഫലഭൂയിഷ്ഠമായ പ്രദേശം ഏതാണ്? ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ഒരു ഭൂപ്രദേശമാണ് ഉത്തര മഹാസമതലം. എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ടുവരുന്ന എക്കൽ മണ്ണ് അടിഞ്ഞിട്ടാണ് ഈ പ്രദേശം രൂപം കൊള്ളുന്നത്. ഓക്കെ. ഉത്തര മഹാസമതലം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ 6 ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെ? ഇന്ത്യയുടെ 6 ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങൾ, ലാസ്റ്റ് ദ്വീപുകൾ. ഇന്ത്യയുടെ 6 ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. ഓക്കെ. ഇതിൽ ഉത്തര മഹാസമതലം രൂപം കൊള്ളുന്നതാണ് നമ്മൾ 19ാമത്തെ ക്വസ്റ്റ്യനിൽ പഠിച്ചത്. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ട് വരുന്ന എക്കൽ മണ്ണ് അടിഞ്ഞുണ്ടാകുന്ന പ്രദേശമാണ് ഉത്തര മഹാസമതലം. ഓക്കെ. റിവൈസ് ചെയ്യുക.
താങ്ക് യു.